2024 എന്ന വർഷം മലയാള ഫിലിം ഇൻഡസ്ട്രി ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു വർഷമായിരിക്കുമെന്ന് ആവേശം സിനിമയുടെ റിവ്യൂ പറയുന്നതിനിടയിൽ ഞാൻ പറഞ്ഞിരുന്നു. കാര്യം ബോക്സ് ഓഫീസിൽ 50-100 കോടികൾ വാരിക്കൂട്ടിയ ഒരുപറ്റം മലയാള സിനിമകളെക്കുറിച്ചാണ് അന്ന് ഞാൻ പറഞ്ഞതെങ്കിലും ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് അരങ്ങേറുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അടുത്തൊന്നും 2024 അങ്ങനെ പെട്ടെന്നാരും മറക്കില്ല എന്നെനിക്കുറപ്പാണ്. ഒരു ഭാഗത്ത് വൻ കോലാഹലങ്ങൾ നടക്കുമ്പോഴും ഓഗസ്റ്റ് 25-ന് ഒരു മലയാള സിനിമയുടെ ടീസർ പുറത്തു വന്നു. മലയാളി പ്രേക്ഷകരും സിനിമാ പ്രേമികളുമൊക്കെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന അജയന്റെ രണ്ടാം മോഷണം. ഒരു ബിഗ് ബജറ്റിൽ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12-ന് പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ഫിലിം ടൊവിനോയുടെ സിനിമാ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മണിയൻ, അജയൻ, കുഞ്ഞിക്കേളു എന്നീ 3 കഥാപാത്രങ്ങളെയാണ് ടൊവിനോ തോമസ് അജയന്റെ രണ്ടാം മോഷണത്തിൽ അവതരിപ്പിക്കുന്നത്. ജോമോണ്ടി ജോൺ ചെയ്തിരിക്കുന്ന ഛായാഗ്രഹണവും ദിബു നൈനാൻ തോമസിന്റെ സംഗീതവും അജയന്റെ രണ്ടാം മോഷണത്തിന് ടീസറിന് മാറ്റുകൂട്ടിയപ്പോൾ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഈ സിനിമ ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയത്. ഒരേ സമയം 3Dയിലും 2Dയിലും റിലീസ് ചെയ്യുന്ന ഈ സിനിമയുടെ കഥ സുജിത് നമ്പ്യാരും വിഭു പ്രദീപുമാണ് എഴുതിയിരിക്കുന്നത്. വിവാദങ്ങളുടെ മറയിൽ തലകുനിച്ച് നിൽക്കുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് അജയന്റെ രണ്ടാം മോഷണം ഒരു പുതിയ ഉണർവ് നൽകാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പുറത്തിറങ്ങിയ ട്രെയിലർ ഇറ്റ് ജസ്റ്റ് ലുക്ക്ഡ് ടു ഡാം പ്രോമിസിംഗ്.